സ്നേഹത്തിനിത്രയും ആഴമോ, വാത്സല്യമിത്രയും ശ്രേഷ്ഠമോ, കണ്ണീരുമാക്കും സ്നേഹമേ നിൻ കാരുണ്യമിത്രയും ശ്രേഷ്ഠമോ. തെസ്സലോനിയർ 4:3 വചനം നമ്മെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തും: നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. ഈ നോമ്പുകാലം, ഈ ആദ്യ വെള്ളിയാഴ്ച, നോമ്പിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയിൽ ഞങ്ങൾ അവിടുത്തെ തിരുമുമ്പിലായിരിക്കുമ്പോൾ ഈശോയെ വിശുദ്ധീകരിക്കപ്പെടാനുള്ള കൊതിയോടെ, ആഗ്രഹത്തോടെ, ദാഹത്തോടെ, പ്രാർത്ഥനയോടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എഫേസസ് ലേഖനം 4:22 നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്നും രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ. തമ്പുരാനെ, ഈ ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങളുടെ രൂഢമൂലമായ പാപവഴികളെ പിഴുതെറിയാനുള്ള ആത്മീയ യത്നത്തിൽ കൂടെയായിരിക്കണേ പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യെശയ്യാ പ്രവചനം 1:19 ഈശോ നമ്മളെ വിളിക്കുന്നുണ്ട്: വരുവിൻ, നമുക്ക് രമ്യതപ്പെടാം. നിങ്ങളുടെ പാപം കടും ചെമപ്പാണെങ്കിലും അവ തോമഞ്ഞു പോലെ വെണ്മയുള്ളതാക്കി തീർക്കും. രക്തവർണ്ണമെങ്കിലും അവ കമ്പിളി പോലെ വെളുപ്പിക്കും. അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. കർത്താവേ, നോമ്പെടുത്തും പരിത്യാഗത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ചും ഞങ്ങളിതാ അവിടുത്തെ അനുഗമിക്കാൻ, അടുത്ത് അനുസരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഞങ്ങളെ ചേർത്ത് വെച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നോമ്പിൻ്റെ 7 വെള്ളിയാഴ്ചകളിലായിട്ട് നാം മൂലപാപങ്ങളും അവയ്ക്കെതിരായിട്ട് ജീവിതത്തിൽ ആർജിക്കേണ്ട പുണ്യങ്ങളും ഒന്ന് ധ്യാനിക്കുകയാണ്. ഇന്ന് ഈ ആദ്യത്തെ വെള്ളിയാഴ്ചയിൽ നാം ധ്യാനിക്കുന്നത് അസൂയ എന്ന മൂലപാപത്തെ ഉപവി എന്ന പുണ്യം കൊണ്ട് അനുഗ്രഹമാക്കാൻ, സ്നേഹമെന്ന ചൈതന്യത്താൽ പൂരിതമാക്കാനുള്ള ഒരു തീവ്ര പരിശ്രമത്തിലാണ്. നോമ്പിൻ്റെ വെള്ളിയാഴ്ചകളൊക്കെ കുരിശിൻ്റെ ധ്യാനത്തോടൊപ്പം എൻ്റെ കുറവിൻ്റെ ധ്യാനം കൂടെയാക്കി നമുക്കൊന്ന് മാറ്റാം. കർത്താവേ, എന്നിൽ ആഴത്തിൽ വേരുപാകിയ, വിശുദ്ധ പൗലോസ് പറയും പോലെ, ആഗ്രഹിക്കുന്ന നന്മകളെ ചെയ്യാൻ കഴിയാതെ എന്നെ തടസ്സപ്പെടുത്തുന്ന പാപബദ്ധമായ ഇടങ്ങളിലേക്ക് അവിടുത്തെ കാരുണ്യത്തിൻ്റെ കൃപാസമൃദ്ധി ഒഴുകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. ഈശോയെ, ഉള്ളിൽ ഈ പാപത്തെ ധ്യാനിക്കുമ്പം ഞങ്ങളുടെ ആഗ്രഹം നിൻ്റെ സ്നേഹം നിറയുക എന്നതാണ്. സ്നേഹമാം ദൈവമേ, നീ എന്നിൽ
അനുദിനം വളരണം, ഞാനില്ലാതാവണം. എൻ്റെ ജീവിതത്തിൻ്റെ അസൂയയുടെ ഇടങ്ങളൊക്കെ മാറിയിട്ട് സ്നേഹത്തിൻ്റെ നിറസാന്നിധ്യമായി എൻ്റെ തമ്പുരാൻ നിറയാൻ വേണ്ടി ആഗ്രഹിച്ച് ഇരുകരങ്ങളും ഒന്ന് തുറന്നു പിടിച്ച് ദിവ്യകാരുണ്യത്തിലെ ഈശോയെ സ്നേഹത്തോടെ നോക്കിയിട്ട്, ഈ സ്നേഹത്തിൽ എൻ്റെ ദൈവമുണ്ട്, ഈ ദിവ്യകാരുണ്യത്തിൽ എൻ്റെ തമ്പുരാൻ്റെ ജീവൻ തുടിക്കുന്ന സാന്നിധ്യമുണ്ട്. വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ഉള്ളിൽ ഈശോയ്ക്ക് ഇടം കൊടുത്ത് നമുക്കും ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരണമേ, ഞാനോ കുറയണമേ. എല്ലാവരും ചേർന്ന് സ്നേഹത്തോടെ ഈശോയെ, ജീവിതം മുഴുവനും അവിടുത്തെ സന്നിധിയിൽ ചേർത്ത് വെച്ചുകൊണ്ട് നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് അസൂയയാണ് മൂലപാപങ്ങളിൽ നാം ഇന്ന് ധ്യാനിക്കുന്ന ആദ്യത്തേത്. മറ്റുള്ളവൻ്റെ വളർച്ച എന്നെ ഒരു വിധത്തിലും ബാധിക്കാതിരിക്കുമ്പോഴും ഉണ്ടാകുന്ന അസ്വസ്ഥത, അവരൻ്റെ അഭിവൃദ്ധിയിൽ ഉണ്ടാകുന്ന വിഷമം, നീരസം, ഇതാണ് പ്രിയപ്പെട്ടവരെ അസൂയ. വളർച്ചയില്ലാത്തവൻ്റെ അടയാളം എന്നൊക്കെ ആത്മീയ പിതാക്കന്മാർ അസൂയയെ വിളിക്കും. സ്നേഹത്തോടെ ഈശോയോട് പറഞ്ഞേ, എന്നിൽ നിന്നും അസൂയ മാറ്റിത്തരണേ. തോമസ് അക്വിനാസ് പുണ്യം പറയണത് അവരൻ്റെ നന്മയിലുള്ള ദുഃഖം എന്നാണ് അസൂയയെ വിളിക്കുന്നത്. സഭയുടെ മതബോധന ഗ്രന്ഥം 2540 നമ്മളോട് പറയുന്നുണ്ട്, അസൂയ ദുഃഖത്തിൻ്റെ രൂപവും തന്മൂലം സ്നേഹത്തിൻ്റെ നിഷേധവുമാണ്. മാമോദീസ സ്വീകരിച്ച വ്യക്തി പരോപകാര തൽപരത അഭ്യസിച്ചുകൊണ്ട് ഇതിനെ അതിജീവിക്കണം. കർത്താവേ, അസൂയ കൊണ്ട് ജീവിച്ചു പോയ നിമിഷങ്ങളെ ഓർക്കുന്നു. സുഭാഷിതങ്ങളുടെ 14:30 അസൂയ അസ്ഥികളെ ജീർണിപ്പിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഉത്തമഗീതം 8:6 ഞങ്ങളോട് പറയാനുണ്ട്, അസൂയ ശവക്കുഴി പോലെ ക്രൂര. പ്രഭാഷകൻ 14:8 അസൂയാലുവിൻ്റെ കണ്ണ് കുടിലമാണ്. കർത്താവേ, അസൂയ കൊണ്ട് ജീവിതത്തിൻ്റെ താളം തെറ്റിയ ഞങ്ങളുടെ ഇടങ്ങളെ തിരുമുമ്പിലേക്ക് ഇത് ചേർത്ത് വയ്ക്കുന്നു. ജ്ഞാനം 2:24 പറയുന്നു, സാത്താൻ്റെ അസൂയയിലൂടെ മരണം ലോകത്തിൽ പ്രവേശിച്ചു. നാമൊക്കെ ഈ ലോകത്തിൽ മരണവിധേയരായി മാറിയതിൻ്റെ കാരണം കർത്താവെ ഓർത്തെടുക്കുന്നു. ജോസഫിനെ അസൂയമൂത്ത സഹോദരങ്ങൾ കിണറ്റിൽ തള്ളിയതും ഉപേക്ഷിച്ചതും, ദാവീദിനോട് അസൂയ തോന്നി സാവൂളിൻ്റെ ജീവിതം അപകടകരമായി മാറിയതുമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഈ നോമ്പുകാലത്ത് ഈ അസൂയയെ വെടിയാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഇരുകരങ്ങളും ദിവ്യകാരുണ്യ സന്നദ്ധിയിലൊന്ന് ഉയർത്തിപ്പിടിച്ച് നമുക്ക് അവിടുത്തെ ഒന്ന് ഈ കുറവിൻ്റെ ഇടങ്ങളെ നിറവുകളാക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, കർത്താവേ നന്ദി, യേശുവേ സ്തോത്രം, കർത്താവേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. യേശുവേ സ്തോത്രം, കർത്താവേ മഹത്വം, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. നന്ദി പറയുന്നു ഈശോയെ. യേശുവേ സ്തോത്രം, മഹത്വം മഹത്വം, കർത്താവേ നന്ദി, ആരാധന 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 ആരാധന. യേശുവേ നന്ദി 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 നന്ദി, കർത്താവേ നന്ദി, ദൈവമേ ആരാധന 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 ആരാധന. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനം വളരണം, ഞാൻ കുറയണം. എൻ്റെ അസൂയ മാറാൻ സ്നേഹമാം ദൈവമേ, നീ എൻ്റെ ഉള്ളിൽ വളരാൻ സ്നേഹത്തോടെ ദാഹത്തോടെ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരണമേ, ഞാനോ
സ്നേഹത്തോട് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം. സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരണമേ, ഞാനോ കുറയണമേ. അസൂയ പൂണ്ട ജീവിതത്തിന്റെ ഇടങ്ങളെ മുഴുവനും വിശുദ്ധീകരണത്തിനായി വിട്ടുകൊടുത്തുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉപവി എന്ന പുണ്യത്തിൽ നമുക്ക് വളരണ്ടേ, സ്നേഹം നമ്മളിൽ വർദ്ധമാനമാകണ്ടേ. എന്താ ഈ അസൂയക്കെതിരായ പുണ്യം? മതബോധന ഗ്രന്ഥം 1822 പറയും, ഏത് സുഹൃതത്താൽ നാം ദൈവത്തെ അവിടുത്തെ പ്രതി തന്നെ സ്നേഹിക്കുകയും നമ്മുടെ അയൽക്കാരനെ ദൈവസ്നേഹത്തെ പ്രതി നമ്മെപ്പോലെ സ്നേഹിക്കുകയും ചെയ്യുന്നുവോ, അതാണ് ഉപവി. ദൈവത്തെയും അയൽക്കാരനെയും സ്നേഹിക്കാൻ എന്നെ നിർബന്ധിക്കുന്ന സുഹൃതമാണ്. നോമ്പുകാലത്തെങ്കിലും അയൽക്കാരൻ്റെ ജീവിതത്തിന് എൻ്റെ വാക്കും ചിന്തയും പ്രവൃത്തികളും നിലപാടുകളും എൻ്റെ നോട്ടവും എൻ്റെ ഭാവഭേദങ്ങൾ പോലും അനുഗ്രഹമാകണം. റോമാലേഖനം 13:8 പറയുന്നില്ലേ, പരസ്പരം സ്നേഹിക്കുക എന്നതൊഴികെ ഒരു കടപ്പാടും ഉണ്ടാവരുത്. അയൽക്കാരനെ സ്നേഹിക്കുന്നവൻ ദൈവിക നിയമം പൂർത്തിയാക്കുന്നു. തമ്പുരാനെ, ദൈവം എന്നോട് കൽപ്പിച്ച നിയമത്തെ, സ്വർഗം എനിക്ക് നൽകിയ നിബന്ധനകളെ സ്നേഹത്തിൽ ചാലിച്ചൊന്ന് മനസ്സിലാക്കാൻ കൃപ തന്നി. സ്നേഹരാജാവായ ദൈവമേ, സ്നേഹത്തിൻ്റെ സാന്നിധ്യമായ ദൈവമേ, വാ എൻ്റെ ഈശോയെ, സ്നേഹത്തിൻ്റെ പൂനിലാവായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് കരങ്ങളെന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച്. റോമാലേഖനം 13:10 പറയുന്നുണ്ട്, സ്നേഹമയൽക്കാരന് ഒരു ദ്രോഹവും ചെയ്യുന്നില്ല. അതുകൊണ്ട് നിയമത്തിൻ്റെ പൂർത്തീകരണം സ്നേഹമാണ്. പൗലോസ് പറയുന്നില്ലേ, 1 കൊറിന്തോസ് 13:13 സ്നേഹമാണ് സർവോത്കൃഷ്ടം. സ്നേഹത്തിൻ്റെ തൂവാല കൊണ്ട് തുടയ്ക്കാനും സ്നേഹപ്പൂമണ്ഡപം ഒരുക്കി അവിടത്തേക്ക് ഇടം കൊടുക്കാനും ഹൃദയതാളത്തിൽ തമ്പുരാൻ്റെ സാന്നിധ്യത്തെ അറിയാനും അനുഭവിക്കാനും ആഗ്രഹത്തോടു കൂടിയിട്ട് ഹൃദയമെടുപ്പിലേക്ക് തമ്പുരാൻ്റെ താളരാഗഭാവങ്ങളെ ചേർത്ത് വയ്ക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥനയോടെ സ്നേഹരാജാവേ, എന്നെന്നും എന്നുള്ളിൽ വാവാ, സ്നേഹത്തിൻ പൂനിലാവേ, എന്നുള്ളിൽ വെൺശോഭയേക. സ്നേഹത്തോടെ പാടി പ്രാർത്ഥിക്കാം. വാവാ, സ്നേഹരാജാവേ, എന്നെന്നും എന്നുള്ളിൽ വാഴാം. വാവാ, സ്നേഹത്തിൻ പൂനിലാവേ, എന്നുള്ളിൽ വെൺശോഭയേകാം. ഈശോയെ, നീ എൻ്റെ സ്വന്തമാണ്. ഈ നോമ്പുകാലത്തെങ്കിലും കുരിശിൻ്റെ ധ്യാനത്തോട് ചേർത്ത് ഈ കുറവിൻ്റെ ധ്യാനങ്ങൾ നിറവിലേക്കുള്ള ഒരു ആത്മീയ പ്രയത്നമാക്കി മാറ്റാൻ കൃപ തന്നേ. ഈശോയോട് പറഞ്ഞേ, സ്നേഹം പറ്റിപ്പോയ കുടുംബ ജീവിതങ്ങൾ, സ്നേഹത്തിലല്ലാതെ ജീവിതത്തിൽ അനുഭവിച്ചു തീർത്ത ഒരുപാട് അസ്വസ്ഥതയുടെ പാഠങ്ങൾ, അവിടെ നിന്ന് എനിക്കൊന്ന് കരകയറണം. എനിക്കവിടെ ഒരു മാറ്റം വേണം ഈശോയെ. ഞാനിങ്ങനെ എൻ്റെ കുടുംബത്തിലും ജീവിതത്തിലും അധ്വാന വഴികളിലും പ്രിയപ്പെട്ടവർക്കിടയിലുമൊക്കെ അസ്വസ്ഥതയുടെ, അസൂയയുടെ, തെല്ല് സ്വാർത്ഥതയുടെ ചുവടുമായിട്ട് നടന്നു നീങ്ങുമ്പം ഈശോ പറയുക, മോനെ മോളെ, ഈ ദിവ്യകാരുണ്യം സ്നേഹത്തിൻ്റെ സാന്നിധ്യം ഇത്ര ചെറുതാകാൻ എത്ര വളരണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം. ഇത് ദിവ്യകാരുണ്യനാഥൻ്റെ ഓർമ്മപ്പെടുത്തല. ചെറുതായവൻ ചേർത്തു നിർത്തിയിട്ട് ഈ നോമ്പുകാലത്ത് പറയുക, വലുപ്പമൊക്കെ വെടിഞ്ഞേ, നിന്റെ ഉള്ളിൻ്റെ ഉള്ളറകളിലെ ദൈവത്തിൻ്റെ സന്നിധിയിലൊന്ന് ഇറക്കി വെച്ചേ. ഇപ്പം കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും ഈ ദിവ്യകാരുണ്യനാഥൻ്റെ കൃപാഭിഷേകം സമൃദ്ധമായിട്ടൊഴുകി ഇറങ്ങാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇത്ര ചെറുതാകാൻ എത്ര വളരണം,
ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം? ഇത്ര ചെറുതാകാൻ എത്ര വളരേണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം? ഇത്ര ചെറുതാകാൻ എത്ര വളരേണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം? ഇരുകരങ്ങളും ഒന്ന് തുറന്നു പിടിച്ച് ഈശോയെ നോക്കി. ഈശോ മനസ്സിൽ മന്ത്രിക്കുന്നില്ലേ? നീ വല്ലവനോടും അസൂയ തോന്നിയിട്ട് നിന്റെ ജീവിതത്തെ വല്ലാതെ ദൈവാനുഗ്രഹ തീരത്തു നിന്നും അസ്വസ്ഥത കൊണ്ടും അശുഭകരമായ അനുഭവങ്ങൾ കൊണ്ടും അപകടപ്പെടുത്തുമ്പം തമ്പുരാൻ പറയുക, ഓടിവന്ന് ഈ സന്നിധാനത്തെ നെഞ്ചോടൊന്ന് ചേർത്ത് പിടിച്ച ഈശോ പറയുന്നുണ്ട്, മകനെ മകളെ, അകുലപ്പെടണ്ട, അസ്വസ്ഥത വേണ്ട. ജീവിതം മുഴുവനും ഈശോ നിന്നെ ചേർത്ത് പിടിക്കാൻ തയ്യാറാണ്. ഒരു വെളിപ്പാടകല നമ്മുടെ തമ്പുരാനുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാ പൗലോസ്ലീഹ പറഞ്ഞ സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല. സ്നേഹത്തിൻ്റെ സവിശേഷതകളെ സവിസ്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 13 സ്നേഹത്തിൻ്റെ ആത്മീയ പ്രവാഹത്തെ, അഭിഷേകത്തിൻ്റെ മുഴുവൻ ചൈതന്യങ്ങളെയും അവിടെ വിശുദ്ധ പൗലോസ് പങ്കുവെച്ചുകൊണ്ട് പറയുകയാണ്. 1 കൊറിന്തോസ് 14:1 വിശുദ്ധ പൗലോസ് പറയും, സ്നേഹമാണ് നിന്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായി മാറേണ്ടത്. ഈശോയെ ദാഹത്തോടെ പ്രാർത്ഥിക്കുക, കൊതിയോടെ പ്രാർത്ഥിക്കുക. വാവാ എന്നെ യേശുനാഥ, വാവാ എൻ്റെ സ്നേഹനാഥ, എന്നിൽ വന്ന് വസിക്കണം. ഈശോയുടെ കൂടെ ഞാനൊന്ന് വസിച്ചാൽ, നിന്റെ സ്നേഹം എന്നിലൊന്ന് നിറഞ്ഞാൽ ഞാൻ പുതിയ സൃഷ്ടിയാവും. ശിഷ്യന്മാരോട് ഈശോ പറഞ്ഞില്ലേ, സ്നേഹിക്കുക എന്നതൊഴികെ നിങ്ങൾക്ക് ആരോടും ഒരു കടപ്പാടും ഉണ്ടാവരുത്. നമുക്കും സ്നേഹിക്കാം. യോഹന്നാൻ ശ്രീ ഓർമ്മപ്പെടുത്തും 1 യോഹന്നാൻ 3:18 കുഞ്ഞുങ്ങളെ, വാക്കിലും സംസാരത്തിലും ഒന്നുമല്ല, പ്രവൃത്തിയിലും സത്യത്തിലും സ്നേഹിക്കുക. സ്നേഹത്തിൻ്റെ ഭാവങ്ങളിലേക്ക്, ജീവിതത്തിൻ്റെ കുറവുകളെ, അസൂയ പൂണ്ട ഇടങ്ങളെ, അനുഗ്രഹമല്ലാത്ത ഭാവങ്ങളെ അഭിഷേകത്തിൻ്റെ ഈ ദിവ്യകാരുണ്യ സാന്നിധ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയോട് പറഞ്ഞേ, എൻ്റെ ഉള്ളിൽ സ്നേഹം നിറയ്ക്കാൻ നീ കടന്നു വാ. വാവാ എന്നെ യേശുനാഥ, വാവാ എൻ്റെ സ്നേഹനാഥ, വന്നു വസിക്കണേ. സ്നേഹം എന്നിൽ നിറയാൻ തക്ക വിധം. വാവാ എന്നെ യേശുനാഥ, വാവാ എൻ സ്നേഹനാഥ, വന്നു വസിച്ചിടുകെന്നിൽ, നിൻ സ്നേഹമെന്നിൽ നിറയ്ക്കൂ. എല്ലാവരും ചേർന്ന് ഒരുമയോടെ വാവാ എന്നെ യേശുനാഥ, വാവാ എൻ സ്നേഹനാഥ, വന്നു വസിച്ചിടുകെന്നിൽ, നിൻ സ്നേഹമെന്നിൽ നിറയ്ക്കൂ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ സന്നദ്ധയിൽ ഈശോയെ, ഈ നോമ്പുകാലത്ത് വ്യക്തിപരമായും കുടുംബപരമായും സമൂഹപരമായും ഒക്കെ ഒരുങ്ങാൻ ഞങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുക. എൻ്റെ പഴയ കാലത്തിൻ്റെ ചെയ്തികളൊക്കെ വെടിഞ്ഞിട്ട് പുതിയ കാലത്തിൻ്റെ പുണ്യവഴിയിലേക്ക് ഞങ്ങളൊന്ന് ചേർന്ന് നിന്നോട്ടെ. ഒറ്റയ്ക്ക് ഈ തീർത്ഥാടനത്തിൽ ലക്ഷ്യം പോകാൻ ഞങ്ങൾക്കാവില്ല. നീ ഞങ്ങളുടെ കൂടെ സ്നേഹപൂർവ്വം ഞങ്ങളെ തഴുകി തലോടിക്കൊണ്ട് നടക്കണം. ഞങ്ങൾക്ക് വലിയ വിശുദ്ധീകരണം സംഭവിക്കണം. കയൻ സഹോദരൻ ആബേലിൻ്റെ ജീവിതത്തിലേക്ക് ആവശ്യമില്ലാണ്ട് ഭാരത്തിൻ്റെ കണ്ണുകൾ, അസ്വസ്ഥതയുടെ ചിന്തകൾ
ചേർത്ത് വെച്ചപ്പം അത് കൊലപാതകത്തിലെത്തുന്ന അപകടത്തിൻ്റെ അനുഭവമായി രൂപാന്തരപ്പെട്ടു. മറിച്ച് തിരുത്താനും തിരിച്ചു വരാനുമാണ് തീരുമാനിച്ചത് എങ്കിൽ കായേൻ ചരിത്രത്തിൽ അനുഗ്രഹത്തിൻ്റെ ഇടമുള്ള ഒരു സഹോദരനായി രൂപാന്തരപ്പെടുമായിരുന്നു. ഞങ്ങളും കർത്താവേ, സ്നേഹം പറ്റിയ ജീവിതമായി, അസൂയ വർദ്ധിച്ച ജീവിതമായി ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിയ അനുഭവങ്ങൾ ഓർത്തെടുക്കുന്നു. ഇതുമാത്രം ആളുകളാ ഈ അസൂയഭാവം കൊണ്ട് അപകടം പണഞ്ഞവര്, ജീവിതം വല്ലാണ്ട് മുരടിച്ചു പോയവര്. എന്തിനാ വല്ലവനെയും ചുമന്ന് ജീവിതത്തെ ഭാരപ്പെടുത്തണത്? ഓർത്ത് നോക്കിക്കേ. ഈ നോമ്പുകാലം നമ്മളെ വിളിക്കുക ഇതിനാണെന്നല്ലേ? അയൽവക്കത്തേക്കുള്ള എൻ്റെ ക്യാമറ കണ്ണുകളെ അടച്ചു വച്ചിട്ട് എന്നിലേക്ക് തിരിയാൻ വേണ്ടി, എന്നിലേക്ക് തിരിയാൻ വേണ്ടി. സ്നേഹം ഒരു നന്ദിയുടെ ഭാവമാണ്. അതുകൊണ്ടാ പൗലോസ്ലിഹ ഓർമ്മപ്പെടുത്തുന്നേ, അസൂയപ്പെടാത്ത, അഹങ്കരിക്കാത്ത, സ്വാർത്ഥം അന്വേഷിക്കാത്ത, കോപിക്കാത്ത, വിദ്വേഷം പുലർത്താത്ത, അയൽക്കാരൻ്റെ വളർച്ചയിലും നന്മയിലും തെല്ലും ഭാരവും ഭയവുമില്ലാത്ത ഒരു സ്നേഹഭാവമാണ് നമ്മളിൽ വളരേണ്ടത്. കർത്താവേ, കരുണയോടെ ഞങ്ങളുടെ ജീവിതങ്ങളെ സ്വീകരിക്കണം. ഇരു കരങ്ങളും നമുക്ക് ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് തുറന്നു പിടിച്ചിട്ട് കരുണയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. നാളിതുവരെയും സ്നേഹം വറ്റിയിട്ടും അസൂയ വർദ്ധിച്ചിട്ടും എൻ്റെ തമ്പുരാൻ എന്നെ തള്ളിപ്പറഞ്ഞില്ല. അസൂയമൊത്ത എൻ്റെ ജീവിതത്തിൻ്റെ മുമ്പിൽ തമ്പുരാൻ വാതിലുകൾ കൊട്ടിയടച്ചില്ല, പ്രാർത്ഥനകൾക്ക് ഉത്തരം തരാതിരുന്നില്ല. വീണ്ടും മടങ്ങി വരവിനായി മടികൂടാതെ കാത്തിരിക്കുന്ന ധൂർത്തൻ്റെ അപ്പൻ്റെ മനസ്സോടെ എൻ്റെ തമ്പുരാൻ ഇതാ ഇങ്ങനെ ദിവ്യകാരുണ്യത്തിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ അരികിൽ കാത്തു നിൽക്കുകയാണ്. കരുണ കാണിക്കണേ യേശുവേ. കരുണാമയ കനിയണമേ. ദൈവപിതാവേ കനിയണേ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ഈ പാപത്തോട് ബന്ധപ്പെട്ട് അടിസ്ഥാനപരമായിട്ട് എൻ്റെ ജീവിതത്തിൽ തങ്ങി നിൽക്കുന്ന ഈ കുറവിനോട് ബന്ധപ്പെട്ട് ഞാൻ കടന്നുപോയ വിവിധങ്ങളായ അനുഭവങ്ങൾ, എന്നെ തകർക്കാൻ കാരണമായ, എന്നെ തച്ചുടയ്ക്കാനിടയായ അത്തരം മേഖലകളെ മുഴുവനും കർത്താവിൻ്റെ വലിയ കരുണയ്ക്ക് വേണ്ടി വിട്ടുകൊടുത്തുകൊണ്ട് കർത്താവേ കരുണയായിരിക്കണമേ. കരുണാമയ കനിയണമേ. ദൈവപിതാവേ കനിയണമേ. കരുണയായിരിക്കണമേ. എന്നിൽ കരുണയായിരിക്കണമേ. ചേർന്ന് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാമയ കനിയണമേ. ദൈവപിതാവേ കനിയണമേ. കരുണയായിരിക്കണമേ. എന്നിൽ കരുണയായിരിക്കണമേ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യനാഥനെ നോക്കിയിട്ട് ഈ നോമ്പിൻ്റെ ഈ ആദ്യത്തെ വെള്ളിയാഴ്ചയിൽ തിരുമുമ്പിൽ ചേർത്തുവെച്ച ധ്യാനമാക്കിയ വിചാരത്തെ ഉള്ളിൽ പതിപ്പിക്കാം. കുറവിന് നിറവാക്കാം. അനുഗ്രഹത്തിൻ്റെ ആശീർവാദത്തിന് വേണ്ടി നമുക്ക് നമ്മെ ഒരുക്കാം. ആശീർവാദം സ്വീകരിക്കുന്ന വേളയിൽ ഈശോയെ ഞങ്ങൾ ആവർത്തിച്ച് അവിടുത്തെ തിരുമുമ്പിൽ പ്രാർത്ഥിക്കുക. സ്നേഹമാം ദൈവമേ, നീ എന്നിൽ അനുദിനം വളരണം, ഞാൻ കുറയണം. ആയിരടികൾ ആവർത്തിച്ചാണ് നമ്മൾ ആശീർവാദം സ്വീകരിക്കുക. ഇതൊരു ഭക്തൻ്റെ മനസ്സിൻ്റെ അടങ്ങാത്ത ദാഹത്തിൻ്റെ പ്രാർത്ഥനയാണ്.
കർത്താവെ, ഞങ്ങളെ ആശീർവദിക്കാൻ തിരുമനസ്സാകണേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. അസൂയയുടെ ഭാവങ്ങളെ വെടിഞ്ഞ് സ്നേഹത്താൽ നിറയാൻ ഞങ്ങളെ പഠിപ്പിച്ച പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തിൽ വളർന്ന് ദൈവത്തിൻ്റെ സ്വർഗത്തിൻ്റെ സ്വന്തമാകാൻ തീരുമാനത്തോടെ പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജീവിതത്തിൽ ഇന്നോളം ഈ മേഖലയ്ക്ക് വന്ന കുറവുകളിലേക്ക് വെളിച്ചവും കൃപയും വീശാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.